നമസ്തേ. നമ്മുടെ ഷൊർണൂർ അടുത്ത് കവളപ്പാറയിലാണ് നിൽക്കുന്നത്. കവളപ്പാറ കൊട്ടാരത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. കൊട്ടാരത്തിൻ്റെ അങ്ങടേക്കൊന്നും ഇപ്പോൾ കയറാൻ പറ്റില്ല. നമ്മൾ മുൻപ് കൊട്ടാരത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അത് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടും കുറച്ച് ഉള്ളിലേക്കൊക്കെയാണ് പോകുമ്പോൾ അവരുടെ ഒരു ഊട്ടുപുരം മാളികയുടെ ഒരു തകർന്ന ഭാഗമുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിലായിട്ട് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ അവസ്ഥയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആര്യങ്കാവ് ക്ഷേത്രമുണ്ട്. ആര്യങ്കാവ് ക്ഷേത്രത്തിൽ ഉത്സവം ഇന്നലെ കൊടിയേറി. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ ഇവിടെ. അപ്പോൾ വൈകുന്നേരം അവിടെ മറ്റേ തോൽപ്പാവക്കൂത്തുണ്ട്. അപ്പോൾ പറ്റിയൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചയും കാണിച്ചു തരാം. പിന്നെ നരസിംഹം ആറാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ആര്യങ്കാവ് അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് നരസിംഹത്തിലെയും ആറാം തമ്പുരാനിലൊക്കെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത്. അതൊക്കെ ഒന്ന് കാണിക്കാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 400 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ നാടുവാഴി കേന്ദ്രമാണ് കവളപ്പാറ കൊട്ടാരം. കവളപ്പാറ മൂപ്പിൽ നായരുടെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ഈ കൊട്ടാരം. മാതൃദായക്രമം പിന്തുടർന്നിരുന്ന പ്രമുഖ കുടുംബമായിരുന്നു. നിലവിൽ അവഗണനയും അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം ഈ കൊട്ടാരം പൂർണ്ണമായും നശിച്ചു എന്ന് തന്നെ പറയാം. കവളപ്പാറ സ്വരൂപത്തിൻ്റെ പ്രതാപസ്മരണയുടെ ശേഷിപ്പായി കൊട്ടാരത്തിൻ്റെ മാളികച്ചൂട് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. നാടുവാഴി ഭരണകാലത്തിൻ്റെ ശേഷിപ്പ് പേർന്ന മഹാചരിത്രമാണ് കവളപ്പാറ കൊട്ടാരത്തിൻ്റേത്. കാലപ്പഴക്കത്താലും പരിപാലനമില്ലാതെ നശിക്കുന്നതിനെപ്പറ്റി നിരവധി പരാതികളും റിപ്പോർട്ടുകളും വന്നിട്ടും എല്ലാം അവഗണിക്കപ്പെടുകയാണ്. കണ്ടോ, ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇത് ശരിക്കും കവളപ്പാറ കൊട്ടാരത്തിൻ്റെ പൂമുഖ മാളിക എന്നോ അങ്ങനെ എന്തോ പറയുന്നത്. കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടേക്ക് ആ ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ ഒരു ഊട്ടുപുരം മാളികയൊക്കെ ഉണ്ട്. തകർന്ന് കിടക്കാണ്. ഒരു നടുമുറ്റൊക്കെ ആയിട്ട് അതിനോട് ചേർന്നൊരു കുളമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്താണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫെൻസിങ് കെട്ടി തിരിച്ചുണ്ട്. അങ്ങോട്ട് അകത്തേക്ക് കയറാൻ വയ്യ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ തകർന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ കയറി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഉള്ളൊക്കെ കംപ്ലീറ്റ് കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആകെ തകർന്ന് കിടക്കുക. ആരെങ്കിലും കയറി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അപകടം വരണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഫെൻസിങ് കെട്ടി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കൊട്ടാരപ്പത്തിൻ്റെ ഒരു അവസ്ഥ കാണുന്നത്. ആ സൈഡിലേക്ക് പോയിട്ട് ആ ഭാഗം കാണിച്ചത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കവളപ്പാറ ഒരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ. അതും ജസ്റ്റ് കാണിക്കാം. ശരിക്കും ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിക്രമിച്ച് കടക്കുന്നത് ശിക്ഷിക്കപ്പെടുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റിസീവർ ഭരണത്തിന് കീഴിലാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ. നമ്മുടെ ചന്ദ്രോത്സവം സിനിമയിലെ ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ ഈ അമ്പലത്തിൽ ഈ ഒരു കൊട്ടാരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചന്ദ്രോത്സവം സിനിമയിലെ ലാലേട്ടനും മീനയും കൂടിയും സംസാരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടേ. ഇവിടെ ഒരു പടിപ്പുരമാതിരി ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ അവിടെ ഒരു നാഗക്കാവുണ്ട്, സർപ്പക്കാവുണ്ട്. അതൊക്കെ ഏതൊരു സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് സ്വന്തം ജാനക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ടേ. പൊട്ടു ഭാഗത്തേക്ക് കയറാൻ വയ്യ, കൂട്ടിയിട്ടൊക്കെ. ഇവിടെ കവളപ്പാറ കൊട്ടാരത്തിന് ചേർന്ന് തന്നെയാണ് കേട്ടോ കവളപ്പാറ ശിവക്ഷേത്രം. കവളപ്പാറ എറുപ്പേ ശിവക്ഷേത്രം. ക്ഷേത്രം തുറന്നിട്ടില്ല. ഏകദേശം 4:30 ആയിട്ടുള്ളൂ.
ഇത് കവളപ്പാറ ക്ഷേത്രത്തിലുള്ള ഒരു അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ. സ്വാമി ശരണമയ്യപ്പ നേടി കഴിഞ്ഞാൽ ശാസ്താവ് അയ്യപ്പസ്വാമി ആയിരിക്കും. പുറകിൽ നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു വലിയ കുളമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, ചതുരാകൃതിയിലുള്ള കുളം. അവിടെയൊക്കെ പാടമൊക്കെയാണെന്ന് തോന്നുന്നത്. ഇതാ മരങ്ങൾ നിൽക്കണ കാണുന്നില്ലേ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർപ്പക്കാവും വരുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ഈ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ആ ഒരു ഊട്ടുപുരമാളികയൊക്കെ വരുന്നത് അവിടെ അതിനോട് ചേർന്നൊരു ചെറിയൊരു കുളവും ഇങ്ങനെ ഒരു നടുമുറ്റൊക്കെ ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. ഞങ്ങളന്ന് വരുമ്പോൾ ആ നടുമുറ്റത്തിൻ്റെ ഉള്ളിൽ വലിയ മരങ്ങളൊക്കെ വളർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഭയങ്കര റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ അന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഞാൻ ഏകദേശം ഒരു 4 വർഷം മുൻപാണ് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നമ്മുടെ കവളപ്പാറ ശിവക്ഷേത്രത്തിൻ്റെ ഓഫീസ് കെട്ടിടമൊക്കെ കണ്ടോ, പുതുക്കി പണിതാണോ എന്നറിയില്ല, എന്തായാലും ആ പഴമയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ആ ഒരു ഒട്ടും പഴമ പോവാതെ തന്നെയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ തറയൊക്കെ കാണുന്നുണ്ട്. നേരത്തെ ബിൽഡിങ് ഇവിടെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നിരിക്കാം. വലിയ മതിലിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് കണ്ട. ശരിക്കും ക്ഷേത്രം താഴെ കേട്ടോ, ശരിക്കും നമ്മുടെ നിലവിലുള്ള ഭൂമിയിൽ നിന്ന് താഴെ നിൽക്കുന്ന ക്ഷേത്രം. അപ്പം നമ്മളെ ആര്യങ്കാവ് അമ്പലത്തിൻ്റെ അടുത്തെത്തിയത്, അതാ പുറകിൽ കാണുന്നതാണ് ആര്യങ്കാവ് അമ്പലം. ഇവിടെ ഉത്സവം തുടങ്ങിയതുകൊണ്ട് ഇവിടെ ഗ്രൗണ്ടിൽ വലിയ ജെയിൻ്റ് വീലും മറ്റേ നമ്മുടെ മരണക്കിണർ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ നരസിംഹത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി, അതൊന്നും കാണിച്ചു തരാം. കണ്ടോ, ഇത് ഉത്സവം പ്രമാണിച്ച് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണ് നമ്മുടെ നരസിംഹം സിനിമയിലെ ലാസ്റ്റ് ഭാഗത്തിൽ നമ്മുടെ നായിക വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വന്ന് നിൽക്കുന്നത് ഈ ഒരു ആലിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് കാറിൽ കയറ്റി മറ്റേ ജീപ്പിൽ കയറ്റി കൊണ്ട് വണ്ടി ഓടിച്ച് കയറി പോണത് ഇതിലാണ്. അതേപോലെ തന്നെ തിലകനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ ലാലേട്ടൻ വണ്ടി തടഞ്ഞു നിർത്തുന്നതും ഈ ഒരു ഇവിടെ ആണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കണേ. കൂടാതെ തന്നെ നമ്മുടെ 6-ാം തമ്പുരാൻ സിനിമയിൽ ലാലേട്ടനും മറ്റേ അഗസ്റ്റിനും കൂടി കാറിൽ വരുമ്പോൾ നരേന്ദ്രപ്രസാദും ഭീമനും കൂടി വണ്ടി വട്ടം വയ്ക്കില്ലേ, എന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നില്ലേ, അവസാനം പറയുന്നില്ലേ, അവനെ സൂക്ഷിക്കണം, അവൻ്റെ കണ്ണിൽ എന്തോ തീഷ്ണത കത്തുന്നു എന്നൊക്കെ പറഞ്ഞ ഡയലോഗ്. അത് ഈ ഒരു ജംഗ്ഷനിലാട്ടോ, ഈ കടയുടെ അപ്പുറത്ത് ആ ഒരു ജംഗ്ഷനിലാണേ. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ആര്യങ്കാവ് അമ്പലത്തിൻ്റെ ഈ പറമ്പ് എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഈ നാട് ഭരിച്ചിരുന്നവർ താമസിച്ചിരുന്ന കവളപ്പാറ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടോ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം കാണിച്ചത്. കവളപ്പാറ കൊട്ടാരത്തിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനിയൊരിക്കലും ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറുവാനോ വീഡിയോ എടുക്കാനോ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്ര ശോചനീയമായ അവസ്ഥയിലാണ് കൊട്ടാരം കിടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കൊട്ടാരം ഫെൻസിംഗ് ഒക്കെ കെട്ടി ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സാധിക്കുമെങ്കിൽ എല്ലാവരും കയറി ഒന്ന് കാണണം. അടുത്ത വീഡിയോയിൽ ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.